കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, സുവിശേഷത്തിൻ്റെ സദ്വാർത്ത, സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന എപ്പിസോഡിലേക്ക് സ്നേഹസ്വാഗതം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഞായറാഴ്ചത്തെ മലങ്കര കത്തോലിക്ക സുറിയാനി സഭയുടെ ആരാധനക്രമത്തിലെ ഓരോ ഞായറാഴ്ചയിലെയും സുവിശേഷ ഭാഗങ്ങൾ പ്രത്യേകമായി ധ്യാനിക്കുകയാണ്. ഈ ആരാധനക്രമ വത്സരത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. തൻ്റെ ഉദരത്തിൽ ദൈവകുമാരന് ജന്മം നൽകാൻ ഗബ്രിയേൽ മാലാഖയുടെ മുമ്പിൽ സമ്മതമരുളിയ പരിശുദ്ധ കന്യകമറിയം തൻ്റെ ചാർച്ചക്കാരിയായ ഏലിശുബ പുണ്യവതിയെ സന്ദർശിക്കുന്ന വേദഭാഗവും മറിയത്തിൻ്റെ സ്തോത്രഗീതവുമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ധ്യാന വിഷയങ്ങൾ. ഈ സുവിശേഷ ഭാഗം പ്രത്യേകമായി 2 സ്ത്രീകളുടെ കണ്ടുമുട്ടലാണ്. 2 സ്ത്രീകളുടെ കണ്ടുമുട്ടൽ പരിശുദ്ധ കന്യകമറിയവും എലിസബത്തും. എന്നാൽ 4 വ്യക്തികളെ നമ്മൾക്കവിടെ കാണാൻ സാധിക്കും. അത് നമ്മളുടെ ഞായറാഴ്ചത്തെ സ്ലീബാകാലത്തിലെ പ്രഭാത പ്രാർത്ഥനയിൽ ഇപ്രകാരം നമ്മൾ ധ്യാനിക്കുന്നുണ്ട്, പാടുന്നുണ്ട്. യൂഹാനോ മാതാവേലിശുബ, ഈശോ തൻ മാതാ മറിയം, ഇവർ രാജൻ തന്നരവനയുഗ്മം. വന്ധ്യയും കന്യകയും എന്ന് പറഞ്ഞിരുന്നവർ പരസ്പരം കണ്ടുമുട്ടുകയാണ്. പരിശുദ്ധ കന്യകമറിയവും ഏലിശുബായും, സ്നാപക യോഹന്നാനും യേശു തമ്പുരാനും, ഇങ്ങനെ 4 പേർ കണ്ടുമുട്ടുകയാണ്. ഇവരെപ്പറ്റി പറയുന്നുണ്ട്, ഒരുവൾ വന്ധ്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവളാണ്, മറ്റവൾ കന്യകയാണ്. ഒരുവൻ പൂർവികനാണ്, മറ്റവൻ മുൻ ആധുനികനാണ്. ഏറ്റവും പൂർവികനായവൻ ഏറ്റവും ആധുനികനായവൻ്റെ മുമ്പിൽ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇപ്രകാരം മറിയം എലിസബത്തിൻ്റെ സന്നദ്ധിയിൽ അഭിവാദനങ്ങൾ അർപ്പിക്കുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ സ്നാപക യോഹന്നാൻ, ലൂക്കാസ് സുവിശേഷകൻ 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പ്രവചന പൂർത്തീകരണം എന്നതുപോലെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയാണ്. എലിസബത്തിൻ്റെ അടുക്കൽ പരിശുദ്ധ കന്യകമറിയം 3 മാസത്തോളം താമസിക്കുകയുണ്ടായി. ഈ സുവിശേഷ ഭാഗത്തിന് പ്രത്യേകമായ പഴയ നിയമ പശ്ചാത്തലമുണ്ട്. സ്നാപക യോഹന്നാൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സന്തോഷത്താൽ കുതിച്ചു ചാടി എന്ന് സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ, പരിശുദ്ധ കന്യകമറിയത്തെ സഭാപിതാക്കന്മാർ വാഗ്ദാന പേടകത്തോട്, പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തോട് ഉപമിച്ചത് നമ്മൾ ധ്യാനിക്കണം. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിൽ മന്നായും അഹറോൻ്റെ തളിർത്ത വടിയും നിയമപുസ്തകവും സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. മന്നായും അഹറോൻ്റെ തളിർത്ത വടിയും നിയമപുസ്തകവും വരുവാനിരിക്കുന്ന രക്ഷകനെ സൂചിപ്പിക്കുന്നതായിരുന്നു. അത് കർത്താവിൻ്റെ സാന്നിധ്യമായിരുന്നു. വാഗ്ദാന പേടകം സന്നിധിയിലായിരുന്നപ്പോഴൊക്കെ ഇസ്രായേൽ ജനത യുദ്ധത്തിൽ വിജയിക്കുകയുണ്ടായി. പ്രത്യേകമായി സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഫിലിസ്ത്യർ ഈ വാഗ്ദാന പേടകം ആക്രമിച്ച് പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നതായി കാണുന്നുണ്ട്. ഈ വാഗ്ദാന പേടകം ഫിലിസ്ത്യർ ആക്രമിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ഈ വാഗ്ദാന പേടകം മൂലം അവർ ശിക്ഷിക്കപ്പെടുകയാണ്. തിരികെ ഈ വാഗ്ദാന പേടകത്തെ അവർ ജെറുസലേമിലേക്ക് അയക്കുകയാണ്. 6-ാം അധ്യായം, സാമുവേൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. നാക്കോൻ്റെ മെതിക്കളത്തിലെത്തിയപ്പോൾ ഈ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന കാളകൾ വിരണ്ടു. ഊസ എന്ന ദാവീദിൻ്റെ പടയാളി ഈ വാഗ്ദാന പേടകത്തെ സ്പർശിച്ചത് മൂലം മരണപ്പെടും. ആയതുകൊണ്ട് ഈ വാഗ്ദാന പേടകത്തെ ജെറുസലേമിലേക്ക്, തൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരുവാൻ ദാവീദ് ഭയപ്പെടുകയാണ്.
ദാവീദ് പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ പേടകം എൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്നാൽ എൻ്റെ അവസ്ഥ എന്താകും? ഭയപ്പെടുന്ന ദാവീദ് ഈ വാഗ്ദാന പേടകം ഒരുവൻ്റെ വീട്ടിൽ വയ്ക്കുകയാണ്. 3 മാസത്തോളം ഈ വാഗ്ദാന പേടകം അവിടെ വയ്ക്കപ്പെട്ടു. ഇപ്രകാരം ആ വചനത്തിൻ്റെ പൂർത്തീകരണം, വാഗ്ദാന പേടകം, പരിശുദ്ധ കന്യക മറിയത്തെ വാഗ്ദാന പേടകമെന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ സാമുവേൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇവിടെ നിറവേറുകയാണ്. പരിശുദ്ധ കന്യക മറിയം, യേശു തമ്പുരാനെ ഉദരത്തിൽ വഹിക്കുന്ന പരിശുദ്ധ കന്യക മറിയം 3 മാസത്തോളം എലിശുബായുടെ ഭവനത്തിൽ വസിക്കുകയാണ്. പ്രകാരമാണ് സാമുവേലിൻ്റെ പുസ്തകം 2-ാം പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുക, പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ്സ് വന്നില്ല. ദാവീദ് അത് ഹിത്യനായ ഓബദ് ഏദോമിൻ്റെ വീട്ടിൽ സ്ഥാപിച്ചു. കർത്താവിൻ്റെ പേടകം അവിടെ 3 മാസം ഇരുന്നു. കർത്താവ് ഓബദ് ഏദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. പ്രകാരം വാഗ്ദാന പേടകം മൂലം ഓബദ് ഏദോമും കുടുംബവും അനുഗ്രഹിക്കപ്പെടുകയാണ്. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് എലിസബത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ യോഹന്നാൻ നിറയുകയാണ്. ഐൻ കരീമിലെ എലിസബത്തിൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടുകയാണ്. വീണ്ടും 12 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുകയാണ്, ദൈവത്തിൻ്റെ പേടക നിമിത്തം കർത്താവ് ഓബദേദോമിൻ്റെ കുടുംബത്തിലുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പേടകം അവിടെ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു. കർത്താവിൻ്റെ പേടകം വഹിച്ചിരുന്നവർ 6 ചുവട് നടന്നപ്പോൾ അവനൊരു കാളയെയും തടിച്ച കിടാവിനെയും ബലി കഴിച്ചു. ദാവീദ് കർത്താവിൻ്റെ മുമ്പാകെ സർവശക്തിയോടും കൂടെ നൃത്തം ചെയ്തു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, വാഗ്ദാന പേടകത്തിൻ്റെ സാന്നിധ്യത്തിൽ ദാവീദ് തന്നെ തന്നെ മറന്ന്, സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ തന്നെ മറന്ന് നൃത്തം ചെയ്യുന്നതിന് സമാനം എലിസബത്തിൻ്റെ ഉദരത്തിൽ യോഹന്നാൻ, സ്നാപക യോഹന്നാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ, പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം ആരെ സൂചിപ്പിച്ചുവോ ആ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് നൃത്തം ചവിട്ടുകയാണ്. ഇത് പഴയ നിയമത്തിലേക്കുള്ള 1-ാമത്തെ സൂചനയാണ്. രണ്ടാമതായി, സ്നാപക യോഹന്നാൻ നൃത്തം ചെയ്തു എന്ന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് ക്രിസ്തേവോ എന്ന വാക്കിൻ്റെ പരിണിത രൂപമാണ്. ക്രിസ്തേവോ എന്ന രൂപം ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ ഇസഹാക്ക് തൻ്റെ ഭാര്യയായ റെബേക്ക, വന്തി എന്ന് പറഞ്ഞ റെബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവൾ ഗർഭവതിയായി കാണപ്പെടുകയും ചെയ്തു. അവളുടെ ഉദരത്തിൽ 2 ശിശുക്കളാണ്, 2 ശിശുക്കൾ. ഇപ്രകാരം 2 ശിശുക്കൾ അവളുടെ ഉദരത്തിൽ മല്ലിടുന്നതായി ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 23-ാം വാക്യത്തിൽ വായിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും ഇപ്രകാരം, ഈ സ്നാപക യോഹന്നാൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ നൃത്തം ചെയ്തു എന്ന വിവക്ഷ ലഭിക്കുന്ന അതേ വാക്ക് തന്നെയാണ് സപ്തതി ഭാഷയിൽ എഴുതപ്പെട്ട ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുക. റെബേക്കയുടെ ഉദരത്തിൽ മൂത്തവൻ ഇളയവനിലൂടെ അവർ രണ്ടുപേരും ഏസാവും യാക്കോബും തമ്മിൽ മല്ലിട്ടു എന്ന വാക്ക്, അതേ വാക്ക് തന്നെ ഇവിടെ ലൂക്കാ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ നൃത്തം ചെയ്തു എന്നതിനെ സൂചിപ്പിക്കുകയാണ്. ഏസാവും യാക്കോബും തമ്മിലുള്ള മല്ലിടൽ ഇവിടെ സ്നാപക യോഹന്നാൻ വിശ്വാസത്തിനു വേണ്ടി എപ്രകാരം തൻ്റെ ജീവിതത്തിൽ മല്ലിടേണ്ടി വരും എന്ന് കാണിക്കുകയാണ്. കാരാഗൃഹത്തിൽ ഗളച്ഛേദം ചെയ്യപ്പെടുന്നതിന് തൊട്ടു മുമ്പ് സ്നാപക യോഹന്നാൻ ലൂക്കാ സുവിശേഷകൻ്റെ 7-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ അയച്ച് ചോദിക്കുന്നുണ്ട്, വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ അതോ ഞങ്ങൾ വേറെ ആരെയെങ്കിലും അന്വേഷിക്കണമോ എന്ന്. കർത്താവിന് വേണ്ടി ഗളച്ഛേദം ചെയ്യപ്പെടാൻ തക്കവണ്ണം സ്നാപക യോഹന്നാൻ ഒരുക്കപ്പെട്ടു. അതിനുവേണ്ടിയാണ് സ്നാപക യോഹന്നാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്തിനു വേണ്ടി മല്ലിടേണ്ടി വരും, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് മല്ലിടേണ്ടി വരും എന്നതിൻ്റെ സൂചനയും ഈ വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ കാണുന്നുണ്ട്. അതേ അർത്ഥത്തിൽ തന്നെയാണ് വീണ്ടും എലിസബത്തിൻ്റെ വാക്കുകൾ ഇവിടെ കാണുക. ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ഉദരത്തിൽ, എൻ്റെ
ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. 45 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇവിടെ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന വാക്ക്, ഈ ഭാഗ്യവതി എന്ന വാക്ക് ലോട്ടറി അടിക്കുന്നത് പോലൊരു ഭാഗ്യമല്ല, മറിച്ച് കർത്താവ് തൻ്റെ മലയിലെ പ്രസംഗത്തിൽ ഉപയോഗിച്ച, അഷ്ടസൗഭാഗ്യങ്ങളിൽ ഉപയോഗിച്ച ഭാഗ്യം, ആത്മാവിൽ ദരിദ്രതയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് വിവക്ഷ ലഭിക്കുന്ന അതേ വാക്ക് തന്നെയാണ് മക്കാരിയോസ് എന്ന പേര് ഗ്രീക്ക് പദത്തിൽ ഉപയോഗിച്ചിരിക്കുക. ഈ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ലോട്ടറി അടിക്കുന്നത് പോലെയുള്ള ഒരു ഭാഗ്യം എന്നല്ല, മറിച്ച് വിശ്വാസത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുക. വിശ്വാസത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെയാണ് ഈ ഭാഗ്യവതി, മക്കാരിയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ ഉപയോഗിക്കുക. പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ ജീവിതം അപ്രകാരം തന്നെയാണ്. അവൾ ത്രിലോകരാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുമ്പോൾ അവൾ കുരിശിൻ്റെ വഴിയിലേക്ക് തന്നെ സമർപ്പിച്ചവളും കർത്താവിനാൽ നയിക്കപ്പെട്ടവളുമാണ്. ആദ്യത്തെ ശിഷ്യയാണ്, ആദ്യത്തെ സുവിശേഷകയാണ്. ഇന്നത്തെ ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യ പാഠം അതാണ്. സ്നാപക യോഹന്നാൻ എലിസബയുടെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ദാവീദ് തന്നെ മറന്ന് നൃത്തം ചെയ്തതുപോലെ സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എലിസബത്തിൻ്റെ ഉദരത്തിൽ കുതിച്ചു ചാടുകയാണ്. അത് വിവക്ഷിക്കുക ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം 23 വാക്യത്തിൽ മൂത്തവൻ ഇളയവന് ദാസ്യവേല ചെയ്യേണ്ടി വരും. ഏസാവ് യാക്കോബിന് ദാസ്യവേല ചെയ്യുന്നത് പോലെ ഇതാ പൂർവികനായ യേശു, മുനാധുനികനായ സ്നാപക യോഹന്നാൻ 6 മാസത്തോളം യേശു തമ്പുരാനേക്കാൾ വലിയവനാണ്. 6 മാസത്തോളം യേശു തമ്പുരാനേക്കാൾ വലിയവനാണ് സ്നാപക യോഹന്നാൻ പ്രായം കൊണ്ട്. എന്നാൽ ഈ പ്രായത്തിൽ മൂത്തവനായ സ്നാപക യോഹന്നാൻ പ്രായത്തിൽ ഇളയവനായ യേശു തമ്പുരാന് വഴിയൊരുക്കാൻ വന്നവനാണ് എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം ലൂക്കാ സുവിശേഷകൻ്റെ സുവിശേഷത്തിൽ ഇൻഫൻസി നരേറ്റീവ്, കർത്താവിൻ്റെ ശൈശവ ബാല്യകാലങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിൽ 5 സ്തോത്രഗീതങ്ങളുണ്ട്. ആ 5 സ്തോത്രഗീതങ്ങളിൽ 2 എണ്ണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പ്രതിപാദിക്കുക. ഒന്നാമത്തെ സ്തോത്രഗീതം എലിസബത്തിൻ്റെ സ്തോത്രഗീതമാണ്. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ഇതാണ് ഒന്നാമത്തെ സ്തോത്രഗീതം. രണ്ടാമത്തെ സ്തോത്രഗീതം മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ്. മൂന്നാമത്തെ സ്തോത്രഗീതം സക്കറിയായുടെ പ്രവചനഗീതം. നാലാമതായി മാലാഹമാർ, ആട്ടിടയന്മാർക്ക് സന്ദേശം നൽകുന്ന മാലാഹമാർ ആലപിക്കുന്ന സ്തോത്രഗീതം. അഞ്ചാമതായി ശിമയോൻ്റെ സ്തോത്രഗീതം. ഇങ്ങനെ 5 സ്തോത്രഗീതങ്ങളാണ് ലൂക്കാ സുവിശേഷകൻ്റെ സുവിശേഷത്തിൽ ഇൻഫൻസി നരേറ്റീവ്, യേശുവിൻ്റെ ശൈശവ ബാല്യകാലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദഭാഗങ്ങളിൽ വിവക്ഷിക്കുക. ആ 5 സ്തോത്രഗീതങ്ങളിൽ 2 എണ്ണമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗങ്ങൾ. ഒന്നാമത്തെ സ്തോത്രഗീതം എലിസബത്ത് മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ മറിയത്തിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എലിസബത്ത് പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്ന്. മറിയത്തിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയാണ്. ഇത് ഈ സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗമാണ്. 39 വാക്യം മുതൽ 45 വാക്യം വരെ അയിം കരിമിലെ ഭവനത്തിലേക്ക് മറിയം കടന്നു ചെന്ന് എലിസബത്തിനെ അഭിവാദനം ചെയ്യുകയും എലിസബത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്യുന്ന വേദഭാഗം. ഈ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം. 46 വാക്യം മുതൽ 56 വാക്യം വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മറിയം ഉദ്ഘോഷിക്കുന്ന ഭാഗം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് വിവക്ഷിക്കുന്ന സുവിശേഷ ഭാഗം. പ്രിയമുള്ളവരെ, ഈ സുവിശേഷ ഭാഗം ഇന്ന് ധ്യാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആഗമനകാലത്തിൽ സന്തോഷത്തിൻ്റെ വലിയ ഘോഷയാത്രകൾ നമ്മൾ ധ്യാനിക്കുകയാണ്. ഈ ധ്യാനിക്കുന്ന ഈ ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ ആഗമനകാലത്ത് നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ ഡിസംബർ മാസം പ്രത്യേകമായി കേരള കത്തോലിക്ക സഭ വചന
അവതാര മാസമായി, ബൈബിൾ വായനാ മാസമായി ആചരിക്കുന്ന ഈ മാസത്തിൽ പ്രത്യേകമായി ഈ സ്തോത്രഗീതം നമുക്കൊന്ന് മനഃപ്പാഠമാക്കാം. മറിയത്തിൻ്റെ സ്തോത്രഗീതം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് തുടങ്ങുന്ന ഈ വേദഭാഗം നമുക്ക് മനഃപ്പാഠമാക്കാൻ പരിശ്രമിക്കും. അത് നമ്മളുടെ ഒരു ഹോംവർക്കായി നമുക്ക് സ്വീകരിക്കും. ഇപ്രകാരം മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലൂടെ കടന്നു പോകുമ്പോൾ മറിയം സാധാരണ യഹൂദ സ്ത്രീകളെപ്പോലെ, യഹൂദ യുവതികളെപ്പോലെ മറിയം ഈ ദൈവവചനങ്ങൾ മുഴുവനായി മനഃപ്പാഠമാക്കിയിരുന്നു, രക്ഷാകര ചരിത്രം മനഃപ്പാഠമാക്കിയിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. ഈ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തോട് തത്തുല്യമായ സ്തോത്രഗീതമാണ് നമ്മൾ സാമുവേലിൻ്റെ പുസ്തകത്തിൽ കാണുക. അതുകൊണ്ടാണ് ഇന്നത്തെ പഴയ നിയമ വായനയിൽ പ്രത്യേകമായി ഈ ഇസഹാക്ക് റെബേക്കയും തമ്മിലുള്ള വിവാഹവും, ഒപ്പം തന്നെ സാമുവേലിൻ്റെ പുസ്തകത്തിലുള്ള ഹന്നായുടെ പ്രവചന ഗീതവും, വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന ഹന്നായ്ക്ക് മകനായ സാമുവേൽ ജനിക്കുന്നു എന്ന് ഏലി പുരോഹിതനിലൂടെ അറിയിപ്പ് ലഭിക്കുമ്പോൾ, സാമുവേലിൻ്റെ ജനന വാർത്ത അറിയുമ്പോൾ ഹന്ന ആലപിക്കുന്ന സ്തോത്രഗീതം മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിന് സമാനമാണ്. പ്രകാരം ഈ സ്തോത്രഗീതം മൂന്നാമത്തെ സുവിശേഷ പഴയ നിയമ ഭാഗം, ഇന്നത്തെ വായനയിലെ പഴയ നിയമ ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ്. ഒരു ഉത്തമയായ സ്ത്രീ, ഉത്തമയായ ഭാര്യ ചെയ്യേണ്ട കടമകളെക്കുറിച്ച് വിവക്ഷിക്കുന്ന വേദഭാഗമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പ്രത്യേകമായി മറിയത്തിൻ്റെ ശുശ്രൂഷയെ ധ്വനിപ്പിക്കുന്നതാണ്. മറിയം എലിശുബായുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് അവളെ ശുശ്രൂഷിച്ചു, 3 മാസത്തോളം ശുശ്രൂഷിച്ചു, പിന്നെ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി എന്ന് പഠിപ്പിക്കുന്ന വേദഭാഗം. ഇന്നത്തെ പഴയ നിയമത്തിൻ്റെ 4-ാമത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള വായനകളാണ്. 29-ാമത്തെ അധ്യായത്തിലെ വായനകൾ യാക്കോബിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന, അബ്രഹാത്തിനോടും സന്തതികളോടും ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന കർത്താവിനെ കുറിച്ച്, ആ യാക്കോബിൻ്റെ ഭവനം വീണ്ടും അനുഗ്രഹിക്കപ്പെടുന്നതിനെക്കുറിച്ച്, യാക്കോബിൻ്റെ ഇസ്രായേൽ വീണ്ടും, ലബനോനും ഇസ്രായേലും വീണ്ടും മരുപ്പച്ച് അണിയുന്നതിനെക്കുറിച്ച്, പച്ചപ്പണിയുന്നതിനെക്കുറിച്ച്, തരിശായി കിടക്കുന്ന ലെബനോൻ ദേശം വനമായി രൂപാന്തരപ്പെടുന്നതിനെക്കുറിച്ചുള്ള ധ്യാനമാണ്. ഇവിടെ 54-55 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്, തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ഈ വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങളാണ് യെശയ്യായുടെ പുസ്തകം 29-ാം അധ്യായത്തിൽ കാണുക. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ കർത്താവ് നാളിതുവരെയും ചെയ്തിട്ടുള്ള കാര്യങ്ങളെ, നാളിതുവരെയും തൻ്റെ ജീവിതത്തിലും ഇസ്രായേലിൻ്റെ ചരിത്രത്തിലും ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ആവർത്തിച്ച് അനുസ്മരിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രഗീതം ആലപിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ സ്തോത്രഗീതത്തിൻ്റെ കേന്ദ്രപ്രധാനമായ ഭാഗം മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ധ്യാനം അവസാനിപ്പിക്കാം. സർവശക്തനായ ദൈവം എല്ലാ കാര്യങ്ങളെയും നിറവേറ്റുന്നവനാണ്. സർവശക്തനായ ദൈവം എല്ലാ കാര്യങ്ങളെയും നിറവേറ്റുന്നവനാണ്. ഈ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്: ദൈവം സർവശക്തനാണ്, ദൈവം സകലവും നിറവേറ്റുന്നവനാണ്. പ്രിയമുള്ളവരെ, ആഗമന കാലത്തിലെ നമ്മുടെ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് കാലത്തിലെ, സൂബോറോ കാലത്തിലെ, മംഗളവാർത്താ കാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ ധ്യാനിക്കുന്ന വേദഭാഗങ്ങൾ ഇതൊക്കെയാണ്. ലൂക്കാ സുവിശേഷകൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ദാവീദ് കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ മറന്ന് നൃത്തം ചവിട്ടുന്നതിൻ്റെ വിവക്ഷയിലൂടെ, ഏസാവും യാക്കോബും റെബേക്കയുടെ ഉദരത്തിൽ മല്ലിടുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട്, സ്നാപക യോഹന്നാൻ മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറങ്ങി നൃത്തം ചവിട്ടി എന്നത് അവൻ സ്വീകരിക്കേണ്ട രക്തസാക്ഷിത്വത്തെ സൂചിപ്പിക്കുന്നുവെന്നും വിശ്വാസത്തിനു വേണ്ടി മല്ലിടേണ്ടി വരുമെന്നും സൂചിപ്പിക്കുന്നു.
എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ലൂക്കാ സുവിശേഷകൻ്റെ സുവിശേഷങ്ങളിൽ വിവരിക്കുന്ന 5 സ്തോത്രഗീതങ്ങളിൽ ഒന്ന് ആലപിക്കുമ്പോൾ, ഒന്നാമത്തെ സ്തോത്രഗീതം ആലപിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം പ്രാർത്ഥനകളിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ നമ്മളുടെ അടുക്കലേക്ക് എത്തിച്ചേരുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ ഓർക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ, മറിയത്തിൻ്റെ ജീവിതത്തിൽ എളിയവരെ ഉയർത്തി, അഹങ്കാരികളെ ചിതറിച്ച്, സിംഹാസനങ്ങളിൽ നിന്ന് ശക്തന്മാരെ മറിച്ചിട്ട്, സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ച് ദരിദ്രരെ ഉയർത്തുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യത്തെ നമ്മൾ ഓർക്കണം. ആ ദൈവത്തെ മറിയത്തോട് ചേർന്ന് നമുക്ക് മഹത്വപ്പെടുത്താം. മറിയത്തിൻ്റെ വലിയ സാന്നിധ്യവും മാധ്യസ്ഥവും നമുക്ക് അനുഗ്രഹമാകട്ടെ. ഈ വാക്കുകൾ നമ്മൾ കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ ആവർത്തിച്ചു ചൊല്ലുന്ന വാക്കുകളാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമെന്ന്. നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമെന്ന് നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ, കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ ആവർത്തിച്ചു ചൊല്ലുന്ന വേദഭാഗങ്ങളാണ്, ആവർത്തിച്ചു ചൊല്ലുന്ന ഭാഗങ്ങളാണ്. അത് എലിസബത്ത് നൽകുന്ന പ്രവചനമാണ്. ഇന്നത്തെ ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളും പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ വലിയ മധ്യസ്ഥതയിൽ നമുക്കുണ്ടാവട്ടെ. ഐൻകരിമിലെ ഭവനത്തിലേക്ക് മറിയം കടന്നു ചെന്നപ്പോൾ ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. ഓബദ് ഏദോമിൻ്റെ ഭവനത്തിൽ വാഗ്ദാന പേടകം 3 മാസത്തോളം വസിച്ചപ്പോൾ ഓബദ് ഏദോം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നമ്മൾ ധ്യാനിച്ചു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദാവീദ് തന്നെ മതിമറന്ന് നൃത്തം ചെയ്തതായി നമ്മൾ ധ്യാനിക്കും. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മെ തന്നെ മറക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമായി രൂപപ്പെടുത്താം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നാളിതുവരെയും ദൈവം തന്ന നന്മകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള നന്ദി സൂചകമായി, നന്ദി പ്രകടനമായി, കൃതജ്ഞതാ പ്രകടനമായി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം അർപ്പിക്കാം. മറിയത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൽ, വലിയ മധ്യസ്ഥതയിൽ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.